സാധിക്കും? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഡിസ്കഷന് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുക. ഓഡിയൻസിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സെഷനാണ് നമുക്ക് ചോദിക്കുക. സാർ, എൻ്റെ ഒരു പ്രദീപ്. അപ്പം എനിക്ക് അറിയാവുന്ന നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ ഓഹരി വിപണി, മറ്റ് ഷെയർ മാർക്കറ്റുകൾ, ഇവിടെയൊക്കെ നടക്കുന്ന ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഉപരിവിഭാഗത്തിനാണ് അതിന്റെ ഇത് നടക്കുന്നത്. പക്ഷെ ഈ ഒരു ലോട്ടറിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ചെറിയ തലങ്ങളിൽ ചലനാത്മകത ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോട്ടറി നൽകുന്ന തൊഴിലാളികൾക്ക് ക്ഷേമനിധിയുള്ള കാര്യം സാർ പറഞ്ഞു. ഇവർക്കൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോലെയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്തെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ? എനിക്ക് ഒരുപാട് പേരെ നാട്ടിൽ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഗുണകരമായിരിക്കും. അതാണ് എന്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഈ ബമ്പർ ടിക്കറ്റൊക്കെ വരുമ്പോഴിങ്ങനെ അറിയുന്നത് നമ്മളൊരു സ്ഥാപനത്തിലുള്ളവർ ഗ്രൂപ്പായിട്ട് ചേർന്നെടുക്കും. 6 പേര് ചേർന്ന് എടുക്കും. അങ്ങനെ ടിക്കറ്റ് എടുക്കുക, അവർക്ക് സമ്മാനങ്ങൾ അടിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിച്ച് കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് എന്തൊരു നിയമപരമായ എന്തെങ്കിലും സംരക്ഷണമുണ്ടോ? അത് അവർ തമ്മിൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം? ഈ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പ്രദീപ് 2 അല്ല 3 കാര്യം പറഞ്ഞു. ഒന്ന്, അതിന്റെ ഒരു എക്കണോമിക്സ്, പണത്തിന്റെ മൊബിലൈസേഷനുമായി നന്നായി പറഞ്ഞു. അത് ഞങ്ങളുടെ ഡിസ്കഷനിൽ വിട്ടുപോയ ഒരു സംഭവമാണ്. കാരണം അത് ഫ്ലോ ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്നായി. മറ്റു 2 കാര്യങ്ങൾക്ക് സാർ പറഞ്ഞു. നിലവില് ഭാഗ്യക്കുറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമായി തന്നെ ചികിത്സാ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പരിധി വരെ ആർക്കെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ചെറിയ സഹായമൊക്കെ നമ്മൾ ചെയ്യും. ഇനി ഗുരുതരമായ അസുഖങ്ങളാണെങ്കിൽ അതിനൊരു ഉയർന്ന തുക കൊടുക്കാനുള്ള ഒരു സംവിധാനവും നിലവിലുണ്ട്. രണ്ടാമത് ചോദിച്ചത് ഇത് ജോയിന്റ് ക്ലെയിമുകൾ എന്ന് ഭാഗ്യക്കുറി വകുപ്പ് വിശേഷിപ്പിക്കുന്ന പല ആൾക്കാരും ഒരുമിച്ച് സമ്മാനം അടിക്കുന്നതിനെ കുറിച്ചാണ്. അതിന് നിയമപരമായ തടസ്സമില്ല. ഭാഗ്യക്കുറി വകുപ്പിനോട് സാധാരണഗതിയിൽ ഇത്തരം ക്ലെയിം വരുമ്പോൾ അവർ തന്നെ പറയും ഓരോരുത്തരുടെ പാൻ കാർഡിലാണ് ഈ അനുപാതത്തിൽ വേണം ഇത് വിതരണം ചെയ്യാൻ, എല്ലാവരും ഒപ്പിട്ട് തരും. അപ്പൊ ആ അനുപാതത്തിൽ തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സമ്മാനത്തുക കൈമാറുന്ന സംവിധാനം ഇന്ന് നിലവിലുണ്ട്. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ റഹ്മ. എനിക്ക് ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോട്ടറി വിൽക്കുന്നതൊക്കെ വളരെ ചിലപ്പോൾ ഡിസേബിൾഡ് ആളുകളും അതേപോലെ വളരെ പാവപ്പെട്ടവരും ഒക്കെയാണ്. അപ്പൊ ഇവരിങ്ങനെ ലോട്ടറി അപ്പൊ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, അപ്പൊ നമ്മൾ എടുക്കാറുണ്ട് തന്നെ. പക്ഷെ അവരിങ്ങനെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ടിക്കറ്റ് അവർക്ക് ബാക്കി വന്നാൽ ആ പണം അവര് തന്നെ കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ളത് അറിയാനായിട്ട്. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതില് ലോട്ടറി വകുപ്പ് വിറ്റ ടിക്കറ്റുകൾ തിരിച്ചെടുക്കാറില്ല. ലോട്ടറി എന്തെങ്കിലും കാരണവശാൽ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ കഴിയാതെ വന്നാൽ അത് അവരുടെ കയ്യിൽ ബാക്കിയാവും. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പൊതുവെ നമ്മൾ കാണുന്ന ഇതുവരെയുള്ള നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഓരോ തൊഴിലാളിക്കും സാധാരണഗതിയിൽ എത്ര ടിക്കറ്റ് വിൽക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചൊരു കണക്കുണ്ട്. അതിന് ആകസ്മികമായ ഒരു മഴയോ ബന്ധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ മാത്രമേ അതിനൊരു തടസ്സം വരാറുള്ളൂ. അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും പൊതുവെ കേരളത്തിൽ ഈ ഭാഗ്യക്കുറി മിച്ചം വരാറില്ല. നിലവിലെ നമ്മുടെ നാട്ടിലെ സാഹചര്യം ഭാഗ്യക്കുറി ടിക്കറ്റുകൾ കിട്ടാത്തതുകൊണ്ടുള്ള കേസുകളും റിട്ട് പിറ്റീഷനുകളും ഒക്കെ ഭാഗ്യക്കുറി വകുപ്പിനെതിരെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ടിക്കറ്റ് വിൽക്കാതെ ബാക്കിയാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ നിലവിലെ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. എന്തു വന്നാലും അത് വളരെ യാദൃശ്ചികമായ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ ടിക്കറ്റുകളെല്ലാം വിറ്റുപോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. സാർ, എൻ്റെ പേര് ഫിറോസ്. ഒരു ചെറിയ ചോദ്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭാഗ്യക്കുറിയുടെ ടിക്കറ്റിനൊക്കെ സമ്മാനത്തിന്റെ ഘടന, പ്രത്യേകിച്ച് ബമ്പർ ടിക്കറ്റ് 5 കോടി 10 കോടി വലിയ ഒരു സമ്മാനം ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് മാറിയിട്ട് ഈ ഓണം ബമ്പറൊക്കെ 10 കോടി ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം ഒരു 10 പേർ കൂടി കൊടുക്കുന്ന രീതിയിൽ പരിഷ്കരിച്ചുകൂടെ എന്നൊരു ചോദ്യം. ഭാഗ്യക്കുറി വകുപ്പ് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമാണത്.
അപ്പൊ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ ഭാഗ്യക്കുറികൾക്ക് നടത്തിയിരുന്നു. വലിയ സമ്മാന തുകകളെ വീതം വെച്ച് ചെറിയ തുകകളായി നമ്മളത് ഡിവൈഡ് ചെയ്തു. പക്ഷെ സംഭവിച്ചത് ഈ ഭാഗ്യക്കുറിയുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ആരും ടിക്കറ്റ് വാങ്ങാതെയായി. അപ്പൊ ഭാഗ്യക്കുറി പദ്ധതി തന്നെ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ പദ്ധതി നഷ്ടത്തിലേക്ക് പോയാൽ അത് ഈ മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ വിൽപ്പനയ്ക്ക് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി വകുപ്പിനല്ല, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് പ്രതിസന്ധി ഉണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇതുവരെയുള്ള മുൻ അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് നിലവിലെ സമ്മാനഘടന തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ സമ്മാനത്തുക ഉയർത്തുമ്പോൾ നമ്മൾ കാണുന്നത് മുൻകാലത്തെക്കാട്ടിലൊക്കെ ഒരു ആനുപാതികമായ വർധനമല്ല, വളരെയധികം വിൽപ്പനയിലേക്കാണ് ടിക്കറ്റ് പോകുന്നത്. നേരത്തെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം നമുക്ക് 12 കോടിയും ടിക്കറ്റ് വില 300 രൂപയൊക്കെ ആയിരുന്നു. ഇത് 25 കോടിയായി സമ്മാനത്തുക ഉയർത്തുകയും ടിക്കറ്റ് വില 500 കോടി ആക്കുകയും ചെയ്തപ്പോൾ നേരത്തെ വിറ്റിരുന്ന 54 ലക്ഷം ടിക്കറ്റിന് പകരം 76 ലക്ഷം ടിക്കറ്റിലേക്ക് വിൽപ്പന വർദ്ധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ തരത്തിൽ സമ്മാനത്തുക ഉയർത്തുമ്പോൾ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഇതിനുള്ള താല്പര്യം വർദ്ധിക്കുകയും അതാണ് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ സമ്മാനഘടനയിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ സമയാവസാനം എന്താണെങ്കിലും ഒരു മോഹങ്ങളുടെ വിൽപ്പന മാത്രമല്ല ലോട്ടറി, മറിച്ച് ഒരുപാട് ആളുകൾക്ക് ജീവിതവും പ്രതീക്ഷയും സ്വപ്നവും ഒക്കെയാണ് ലോട്ടറി എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you very much. Thank you for this service.